എടാ നിക്കടാ ശ്രീത്തെ, നിക്ക്, ഞാൻ പറയണ കേക്ക് മോനെ. ആകെ നാണം കെട്ട ആളെടയിൽ. അത് പെക്കാറ പെണ്ണിന്റെ അമ്മ എൻ്റെ കൂടെ പഠിച്ചാന്നൊക്കെ. ഇനിയിപ്പോൾ അത് പോട്ടെ, വേറെ ഏതെങ്കിലും ഉണ്ടോ ഇനിയിപ്പോൾ കാണേ? ഇനിയിപ്പോ അനക്ക് പറ്റിയ കുട്ടികളൊന്നും ഇല്ലടാ. അപ്പോൾ അതെ, നിങ്ങളൊരുമാതിരി ട്രംപിൻ്റെ സ്വഭാവം കാണിക്കരുത്. കഴിഞ്ഞ ആഴ്ച പൈസ വാങ്ങിയപ്പോൾ എന്താ പറഞ്ഞേ? അവിടെ കുട്ടികളുണ്ട്, ഇവിടെ കുട്ടികളുണ്ട്, ഇപ്പം എന്താ കുട്ടികളൊന്നും ഇല്ലേ? അനക്കൊക്കെ 34 വയസ്സുണ്ട്, പിന്നെ കൽപ്പണി, ഇതൊക്കെ തന്നെ ഞാൻ ഒപ്പിച്ച് കൊണ്ടുതരേ. എങ്ങനെയാ അപ്പോൾ ഇത് നടക്കരുത്? ഇപ്പോൾ നമ്മുടെ മൂടും പോയി. ശശിയേട്ടാ, ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടെങ്കിലും അതായാലും കുഴപ്പമില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കി തരും. അതിനും ഇപ്പോൾ ഡിമാൻഡാടാ. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ എവിടെന്നെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. നിങ്ങൾ പൈസ വാങ്ങി പോകുമ്പോൾ തന്നല്ലല്ലോ പറയല്. പിന്നെ ഒരു കുട്ടി ഉണ്ട്, കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. നമ്മളൊന്ന് ശ്രമിച്ചാലേ ചിലപ്പോൾ ഇങ്ങോട്ട് പോരും. വേറൊരു പ്രശ്നമുണ്ട്, ഇവർ തമ്മിൽ ബന്ധം വേർപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ ശരിയാവുന്നു? ഓനാണെങ്കിലേ ഓളായിട്ട് നോക്കാനും വയ്യ, ഇവക്കാണെങ്കിൽ ഇവനൊരു വാല്യൂ ഇല്ല. നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കൂ. എല്ലാം നടക്കുമോ? എങ്ങനെയെങ്കിലും വേർപ്പെടുത്തി കൊടുക്കണം. ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമാണ്. എല്ലാ ആളാരാണ്? ആളെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള തന്നെയാണ്. ഭർത്താവിൻ്റെ പേര് പറഞ്ഞാൽ വെച്ചാൽ അറിയാം ആളെ. അതേതാ ഞാനറിയാത്തൊരാൾ? പെരുന്തോടി ശശി. ആളെ ഈ ഞാൻ തന്നെ. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.